പുല്ലേ. അബു എവിടെയുണ്ട്? പറയാൻ. പോലീസിനെയും കോടതിയെയും കൊലമരത്തെയും വെട്ടിച്ച് മിടുക്കേ നടക്കില്ല എന്റെ പുന്നാര മോൻ. അവൻ എവിടെയുണ്ടെന്ന്. തന്നെ കൊല്ലണമെന്ന് ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല. പറ, അബു എങ്ങനെ രക്ഷപ്പെട്ടത്? അവനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പരട്ടക്കിളവാ, തന്നെ ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലും. അബു എവിടെയുണ്ട്? മുണ്ടാണ്ടിരി നമുക്ക്. അന്റെ ഉപ്പുപ്പാന്റെ ഉപ്പുപ്പ ഒയ്യാച്ച എന്നെ കൊണ്ടത് പറയിക്കാൻ കഴിയൂല. ഈയൊക്കെ ഊസറുള്ള ആൺകുട്ടികളാണെങ്കിൽ ഈ കെട്ടൊന്ന് അയച്ചു വിടറോ, അപ്പ കാണാൻ കയ്യാങ്കളി. ഞനക്കൊന്നും എന്റെ മോനെ തൊടാൻ കഴിയൂല. അന്റെയൊക്കെ ജീവൻ എടുക്കാണ്ട് ദാദാ സാഹിബന്റെ മോൻ മടങ്ങൂല. യോയ്ക്കോളി കൊണ്ടുവന്നിട്ടുണ്ട്. സാഹിബിന് വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ട്. ഞങ്ങളൊന്ന് ചെന്ന് കാണട്ടെ. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യരുത്. എനിക്കൊന്നും അറിയില്ല. നിനക്കെല്ലാം അറിയാം. നീ അബുവിനെ കാണാനാ വന്നത്. സത്യം പറഞ്ഞോണം, ആ ഡോക്ടർ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോവായിരുന്നു? എനിക്കൊന്നും അറിയില്ല. ഇതെല്ലാം പച്ചക്കള്ളവാ. ഇവൾ അബൂബക്കറെ കാണാൻ തന്നെ വന്നത്. മോളെ, ഞങ്ങളടുത്ത് അഭിനയിക്കുന്നു. വലിച്ചു കീറി ഞാൻ. എന്താ കറിയാ ചെയ്ത്? എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? മോള് പേടിച്ചു പോയോ? സാരമില്ല, നീ മിടിക്കല്ലേ. സെൻട്രൽ ജയിലിൽ ചെന്ന് മരിക്കാൻ പോണ കാമുവിനെ കൊണ്ട് താലി കെട്ടിച്ചവളാ നീ. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ സന്തോഷമായല്ലേ? സത്യം പറ, നീ അബുവുമായിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? അപ്പൊ നിനക്കറിയാലോ. പറ, അവൻ എവിടെയുണ്ട്? എനിക്കൊന്നും അറിയില്ല. എന്നെ ഉപദ്രവിക്കരുത്. നിങ്ങളൊന്ന് പുറത്തേട്ട് നിന്നേ. ഞാൻ ഈ പെങ്കൊച്ചിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ. ആഹാ, നല്ല അസല് പെണ്ണ്, നല്ല ബോഡി ഷേപ്പ്. അയ്യാടാ, അപ്പോഴേക്കും തേനടിച്ചു തുടങ്ങിയോ? നൂറുദീനെ ഒരു ലാർജ് എടുത്തോണ്ട് വാ, ഒന്ന് ആഘോഷിച്ചു കളയാ. ഇവിടെയെല്ലാം തീർന്നിരിക്കുക. എന്നാ പോയി മേടിച്ചോണ്ട് പാടൂ. ഓ, ഇനിയിപ്പോ എവിടെ തരാനാ? സിറ്റി വിട്ടങ്ങനെ കൊണ്ടുപോയി കാണും. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ വാപ്പനെ ഇപ്പൊ കിട്ടണം. നമുക്ക് മിനിസ്റ്റർ വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഓ, അവിടെ അവരുടെ പൊടി പോലും കാണില്ല. അതും ദൂരത്തീനല്ലേ? കോച്ച് തീർന്നു പോയതുകൊണ്ടാ. മിനിസ്റ്റർക്കാരൻ ആരോടും പറയരുതേ. കാശ് വേണ്ട സാർ. ആരാന്ന് ഈ പറഞ്ഞത്? തന്റെ മരുമോള് അല്ലാണ്ടാകാ. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? സത്യം പറഞ്ഞാ പോരായിരുന്നു. മുഹമ്മദ് കുട്ടി, നിങ്ങള് വേണമെങ്കിൽ ഇന്നെ കൊന്നോളി. പക്ഷെ എന്റെ ആദരക്കുട്ടിനെ ഒന്നും ചെയ്യരുത്. പടച്ചോനോർത്ത് നിങ്ങളോളം വെറുതെ പിടി. സാഹിബ് വിഷമിക്കണ്ട, ഞങ്ങൾ അവളെ ഒന്നും ചെയ്തില്ല. അത്രയ്ക്ക് സുന്ദരിയല്ലേ അവള്. ചുമ്മാ സംസാരിച്ചോണ്ടിരുന്നു. ഇപ്പൊ സാമി സംസാരിച്ചോണ്ടിരിക്കുക. അത് കഴിയുമ്പോ വേണമെങ്കിൽ സാഹിബിനും സംസാരിക്കാം. എന്താ നോക്കുന്നോ? തന്നോട് ഇനി വേദമോതിയിട്ട് കാര്യമില്ല. വാപ്പയെ മോനെ മാത്രമല്ല, തന്റെ കുടുംബത്തിലുള്ള സകലതിനും പിച്ചി ചീന്നി കൊല്ലും ഞങ്ങള്. അല്ലെങ്കിൽ പറ, അബു എവിടെയാണ്? തന്തക്ക് പുറന്നവനാണെങ്കിൽ ബെക്കടാ പെടി. സാഹിബിനെ കൊല്ല ഉസുറുള്ള ആൺകുട്ടിയാണെങ്കിൽ ബെക്കടാ ബെക്കടായി.
എന്നെ ചെയ്യില്ലേ? അയ്യോ
കറിയാച്ച അന്ത്യാഭിലാഷം വല്ലതുണ്ടെങ്കിൽ ഇപ്പം പറയണം. മനസ്സിലായില്ലേ? ഈ അന്ത്യാഭിലാഷമേ ചാകുന്നതിന് മുമ്പ് വല്ല നെയ്ച്ചോറോ ബിരിയാണിയോ എന്തെങ്കിലുമോ കഴിക്കണമെന്ന്. എന്താ കറിയാത്തിന് പേടിയുണ്ടോ മരിക്കാൻ? ഇതൊരു സുഖമുള്ള ഏർപ്പാടാ. കഴുത്തിൽ കൊലക്കയറി വീഴുമ്പോഴുള്ള സുഖം അനുഭവിച്ചറിയേണ്ടതാ. ഞാനത് അനുഭവിച്ചതാ കറിയാച്ച. അത് കണ്ട് കറിയാച്ചൻ ഒരുപാട് ചിരിച്ചതല്ലേ? ഒക്കെ എന്റെ ബുദ്ധിമോശ. എന്നെ കൊല്ലല്ലേ അബു, എന്നെ കൊല്ലല്ലേ. കറിയാച്ചന് ജീവിക്കാൻ മോഹമുണ്ടല്ലേ? എന്റെ പൊന്നബൂക്കറെ, എനിക്ക് ജീവിക്കണം. എന്നെ കൊല്ലല്ലേ. എങ്കി പറ, ആരാണ് സപ്പർ? എന്റെ പാറ മാതാവാണ്. എനിക്ക് സപ്പറിനെ അറിയില്ല. മുഹമ്മദ് കുട്ടിക്ക് മാത്രമേ അയാളെ അറിയാവൂ. തെറ്റുകൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വഴിക്ക് കോടിക്കണക്കിന് ഞാൻ സമ്പാദിച്ചിട്ടുമുണ്ട്. അതെല്ലാം ഞാൻ നിനക്ക് തരാം. എന്റെ ജീവൻ മാത്രം എനിക്ക് തിരിച്ചു തരണം. നിന്റെ ജീവൻ നിനക്ക് തിരിച്ചു വേണമല്ലേ? തരാം. പകരം തളിയുരമ്പലത്തിൽ വെന്തു മരിച്ച നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ? എന്റെ ആയിഷമോളുടെ ജീവൻ നീ തിരിച്ചു തരുമോ? തൊട്ടപ്പുറത്ത് മുറിയിൽ പിച്ചി ചിന്തിയിട്ടിരിക്കുന്ന എന്റെ ആതിരയുടെ ജീവൻ നീ തിരിച്ചു തരുമോ? തരുമോ? പിറന്ന നാടിന്റെ മാറിൽ കുഴിബോംബുകൾ പാകി കൂടപ്പിറപ്പുകളെ ചുട്ടരിക്കാൻ ശത്രുരാജ്യത്തിന്റെ വിഹിതം പറ്റിയവനാണ് നീ. നിന്റെ ആ ദുഷിച്ച നാവുകൊണ്ട് തന്നെ വിളിക്ക്. വന്ദേ മാതരം വിളിക്കടാ. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. കണ്ടായി, മുന്തിയ പോലീസ് ഓഫീസറാണ്. കിടന്ന ആടന ആട്ടം കണ്ട. അടുത്ത നീയാണ്. സാഹിബേ, എനിക്ക് മാപ്പ് തരണം. എങ്കിൽ പറ, നിന്റെയൊക്കെ മുകളിലിരിക്കുന്ന ആ രാജ്യദ്രോഹി ആരാ? സപ്പർ. എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് മാത്രമേ അറിയുന്ന ഐ ജി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഈ നോക്കിക്കാണ്ട് ഈ നായിന്റെ മോനെയും കൂടെ അങ്ങോട്ട് തൂക്ക്. പൊന്നു സാഹിബേ, ചതിക്കരുത്, എന്നെ കൊല്ലരുത്. സപ്പർ ആരെന്ന് ഞാൻ പറയാം. നാളെ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ മിനിയേച്ചറാണിത്. ഇതാണ് സ്റ്റേജ്. സ്റ്റേജിൽ മുഖ്യമന്ത്രി അടക്കം 20ഓളം മന്ത്രിമാരും മറ്റ് VVIPസും കാണും. സ്റ്റേജിന്റെ മുന്നിൽ 50ാം റിപ്പബ്ലിക്കിന്റെ സൂചനയായി ബൊക്കകളേന്തി 50 ബാലികമാർ നിൽക്കും. സല്യൂട്ട് സ്വീകരിച്ച ശേഷം ഈ മൈക്ക് സ്റ്റാൻഡിനടുത്ത് വന്ന് ഗവർണർ പ്രസംഗിക്കും. അതിനുശേഷം ഈ വഴിയിലൂടെ ഗവർണർ പുറത്തേക്ക് പോകും. ഗവർണർ പോയി കൃത്യം 20ാം മിനിറ്റിൽ മുഖ്യമന്ത്രി അടക്കം ഏകദേശം 1000 പേർ മരിച്ചേക്കാവുന്ന വൻ സ്ഫോടനം ഈ ഗ്രൗണ്ടിൽ നടക്കും. എങ്ങനെ? ഈ 50 പെൺകുട്ടികളുടെ കയ്യിലിരിക്കുന്ന ബൊക്കകളിലും അതിശക്തമായ ബോംബുകൾ ഉണ്ടായിരിക്കും. ഈ പിഞ്ചു കുട്ടികളുടെ കയ്യിൽ തന്നെ കൊടുക്കണോ ബോംബ്? ജിഹാദ് കെ നാം പർ നന്നെ ബച്ചോം കി ഹത്യ. ഇത്തനി സെന്റിമെന്റ്സ് കി ക്യാ ജറൂരത് ഹൈ അമീർ ഖാൻ? ഇന്ത്യ മൊത്തം ചുട്ടുകരിക്കാൻ അച്ചാരം വാങ്ങിയ നമുക്ക് പിന്നെ എന്തിനാ ഈ 50 കുട്ടികളോടൊരു സഹതാപം? 1000 2000ഓളം പേർ നാളെ ഈ സ്റ്റേഡിയത്തിൽ മരിച്ചു വീഴും. ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തുന്നവരിൽ ഗവർണറും ആഭ്യന്തരകാര്യമന്ത്രിയും IG സ്കറിയ സക്കറിയും ഒഴികെ മറ്റുള്ളവരെല്ലാം ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷികളാകും. വിദേശ ശക്തികളുടെ പിന്തുണയോടെ തീവ്രവാദികൾ നടത്തിയ മനുഷ്യക്കുരുതിയിൽ മനം നൊന്ത് ഗവർണർ റഹ്മത്ത് അലി നാളെ വൈകിട്ട് രാജിവെക്കും. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ഗവർണർ റഹ്മത്ത് അലിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഓരോ ഇന്ത്യൻ പൗരനും
ആത്മഹർഷത്തിന്റെ നിമിഷമാണിത്. ഭാരതം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായിട്ട് 50 ആണ്ടുകൾ പിന്നിടുകയാണ്. ശാസ്ത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം, രാജ്യരക്ഷ എന്നീ മേഖലകളിൽ ഏത് ലോകരാഷ്ട്രത്തോടൊപ്പവും നിൽക്കാൻ കെൽപ്പുള്ള ശക്തിയായി നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ട്. ഏതൊരു ഇന്ത്യക്കാരനെയും ആഹ്ലാദിപ്പിക്കുന്ന ഇത്തരം യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ തന്നെ ഈ സുദിനം എന്നിൽ ചില ആശങ്കകളും ഉണർത്തുകയാണ്. എന്താണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? കാശ്മീരിലും ഇന്ത്യയുടെ വടക്കൻ മേഖലകളിലും എത്രയെത്ര നിരപരാധികളാണ് നിത്യേന കൊല ചെയ്യപ്പെടുന്നത്. നിഷ്കളങ്കരായ നമ്മുടെ ജനങ്ങളിൽ വർഗീയ വിഷം കുത്തിവെച്ച് ക്രൂരമായ നരകത്തുകൾ കൊണ്ട് നമ്മുടെ ഭാരതത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുകയാണ് വൈദേശിക ശക്തികൾ. ഈ യാഥാർത്ഥ്യം നാം യഥാസമയം രാജ്യസ്നേഹം തുടിക്കുന്ന അങ്ങയുടെ പ്രസംഗത്തിന് നന്ദി. രാജ്യസ്നേഹം മൂത്ത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 50-ാം വാർഷികത്തിൽ വേദിക്ക് മുന്നിൽ നിൽക്കുന്ന 50 പിഞ്ചു കുട്ടികളുടെ കയ്യിലെ ബൊക്കുകളിൽ ഈ സ്റ്റേഡിയത്തിലെ മുഴുവൻ ആളുകളെയും കൊല്ലാൻ ശക്തമായ ബോംബുകൾ തിരികെ വെച്ച അങ്ങയുടെ ബുദ്ധി അപാരം. പക്ഷേ ബഹുമാന്യനായ ഗവർണർ, അങ്ങ് വേദിയിൽ നിന്ന് പോയി 20 മിനിറ്റ് കഴിഞ്ഞല്ല ബോംബ് പൊട്ടാൻ പോകുന്നത്. അങ്ങ് കൂടി വേദിയിലുള്ളപ്പോൾ അത് പൊട്ടും നിമിഷങ്ങൾക്കകം. പെട്ടെന്ന് ബൊക്കാലെടുത്ത് മാറ്റൂ. ഇതാരോ ചുമ്മാ ഭയപ്പെടുത്താൻ വിളിച്ച് പറയുന്ന സർ. അല്ല, ബോംബുണ്ട്. പേടിക്കണ്ട, ആരും പരിഭ്രാന്തരാകരുത്. അതായത് സ്ഥലങ്ങളിലിരിക്കുക, ആ ബോംബ് പൊട്ടില്ല. ആ ബോംബുകൾ നിർവീര്യമാക്കി ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ച ഒരു രാജ്യസ്നേഹി എന്റെ കൂടെ ഉണ്ട്. നടക്ക്. രാജ്യദ്രോഹത്തിന് തൂക്കിലേറ്റിയല്ലേ ഇവനെങ്ങനെ രക്ഷപ്പെട്ടു? അനങ്ങിപ്പോകരുത്. ഒരടി മുന്നോട്ട് വെച്ചാൽ ആഭ്യന്തരമന്ത്രിയുടെ തല ചിന്നി ചിതറും. ഗോ ബാക്ക്. അടുത്ത് വരരുത്. ഇത് അബൂബക്കർ തന്നെ? അതെ, അബൂബക്കറാണ് ഞാൻ. രാജ്യദ്രോഹിയായ അബൂബക്കർ, പാകിസ്ഥാൻ ചാരനായ അബൂബക്കർ, നമ്മുടെ നിയമം നിർദ്ദയം തൂക്കിലിട്ട പഴയ പട്ടാളക്കാരൻ സുബേദാർ അബൂബക്കറാണ് ഞാൻ. പക്ഷേ ഞാൻ മരിച്ചില്ല. പരമോന്നത നീതിപീഠം ഇവിടെ ഈ മണ്ണിലല്ല, അതങ്ങ് മോളിലാണ്, അള്ളാഹുവിന്റെ സൗധത്തിൽ. അവിടെ നിന്ന് വെറുതെ വിട്ടു. തളിയൂർ അമ്പലത്തിലെ ബോംബ് സ്ഫോടനത്തിന്റെ യഥാർത്ഥ കഥ ആഭ്യന്തരമന്ത്രി മുഹമ്മദ് കുട്ടി നിങ്ങളോട് പറയും. എന്നിട്ട് നിങ്ങൾ അന്തിമ വിധി എഴുതണം. ദാദാ സാഹിബിന്റെ മകൻ രാജ്യദ്രോഹിയാണെങ്കിൽ ഇവിടെ ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഉറക്കെ വിളിച്ച് പറ. മുഴുവൻ സത്യങ്ങളും വിളിച്ച് പറയണം. തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. തളിയൂരമ്പലത്തിൽ ബോംബ് വെച്ചത് അബൂബക്കർ അല്ല. ഞങ്ങളല്ല ചെയ്തത്. രാജ്യം തകർക്കാൻ ISIയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബോംബ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തത് ഞങ്ങളാ. തളിയൂരമ്പലം ഉൾപ്പെടെ 10ഓളം സ്ഫോടന പരമ്പരകൾ നടത്തി ഇതിനെല്ലാം നേതൃത്വം നൽകിയ സപ്പറെന്ന് വിളിക്കുന്ന ഞങ്ങളുടെ നേതാവ് ഈ ഗവർണറാ. തൊട്ടുപോരുവന്. അബൂനെ കൊന്നുകൊണ്ട് മാത്രം ഈ രക്ഷപ്പെടൂല റഹ്മത്തലി. ഈ ബാലിന് മയ്യത്തായ എന്റെ ബാപ്പന്റെ പ്രായണ്ട്. ലാഹോറിൽ ഒരിക്കല് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തോക്കിന്റെ മുമ്പെന്ന് എന്റെ ബാപ്പ ലഖാരിന്റെ ജീവൻ രക്ഷിച്ച ബാളത്. ഇന്നോ എന്റെ മോന്റെ മയ്യത്തെടുക്കാനും ദാദാ സാഹിബിന് ഈ ബാള് തന്നെ വേണ്ടി വന്നിക്കണ്. ദാദാ സാഹിബ്, ഞാൻ പറയുന്നത് അനുസരിക്ക്. ഞാൻ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാ. അപകടം കാണിക്കരുത്. കുറ്റം തെളിഞ്ഞാൽ മുഖം നോക്കാൻ നടപടിയെടുക്കാം. നിയമത്തിലും കോടതിയിലും വിശ്വാസമല്ലാണ്ടായ ഞാൻ നിങ്ങളെപ്പോലുള്ള നെറികെട്ട രാഷ്ട്രീയക്കാരെ വിശ്വസിക്കണ. ഇന്ന് ഓനെ വെറുതെ വിട്ട നാളെ നിങ്ങളെ നിയമവും രാഷ്ട്രീയവും കൂടെ ചേർന്ന് ഓനെ വീണ്ടും അധികാരത്തിൽ കയറ്റുവാന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് ഉറപ്പുണ്ട? ആ കിടക്കണ നിങ്ങളെ പോലെ ഒരുത്തൻ നാട്ടിന്റെ നിയമവും സമാധാനവും കാക്കേണ്ട ഒരു മന്ത്രി
നാട് തകർക്കാൻ ശത്രു രാജ്യത്തിന്റെ പൈസ വാങ്ങി 100 കണക്കിന് നിരവരാതിലെ ചുട്ടുവന്നില്ലേവൻ. സങ്കടമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി 50 കൊല്ലം കഴിഞ്ഞ എന്റെ നാടിനോർത്തേക്ക് സങ്കടമുണ്ട്. ഈ നാട്ടിന്റെ ദേശക്കുടി ത്രിവർണ പതാക അതിന്റെ മഹത്വം പോലും അറിയാത്ത നാണം കെട്ട രാഷ്ട്രീയക്കാരൻ നാടായിപ്പോ ഇന്ത്യ. എന്റെ ഇന്ത്യ ജീവിച്ചേ മതിയായി. ഈ അവസാന നിമിഷത്തില് ഒന്നേ പറയാനുള്ളൂ, ജാതിയും മതവും നാട്ടു സ്നേഹവും തമ്മിൽ കൂട്ടിക്കുഴക്കരുത്. നാട്ടിൽ രസിക്കാൻ ജീവൻ കൊടുത്തവനും ആരായാലും ഓൻ ഏത് ജാതിക്കാരനായാലും ഓനെ നമ്മൾ മനസ്സിൽ ചേർത്ത് വെക്കണം. അതേ സമയത്ത് ഈ റഹ്മത്ത് അലീനെ പോലുള്ള രാജ്യദ്രോഹികൾ ഓൻ ആരായാലും, ഗവർണറായാലും മന്ത്രിയായാലും പോലീസായാലും ഓലിക്ക് നമ്മൾ മാപ്പ് കൊടുക്കരുത്. ഈ ജമ്മ മുഴുവനും നാട്ടിൽ നാട്ടാർക്കും വേണ്ടി ജീവിച്ചോനാ ഞാൻ. ഒരു നല്ല വാക്ക് കിട്ടിയിട്ടില്ല, കയ്യിലൊരു സങ്കടമില്ല. എന്നാലും ഈ ഒരു നല്ല കാര്യം ചെയ്തിട്ടേ ഞാൻ മരിക്കൂ. അതിന് നിങ്ങളെല്ലാരും സാക്ഷികളാവണം. ഈ നായിന്റെ മോനെ ഞാൻ കൊല്ലും. കരയില്ലടാ, കരയരുത്. നാട്ടിനെ സ്നേഹിക്കണ ചുണക്കുട്ടിയേറ്റ് നെഞ്ചു പിടിച്ചു നിൽക്കണം. നീ ദാദാ സാഹിബിനെ സമാധാനായിട്ട് മരിക്കാം. വന്ദേ മാതരം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെയ്ത് തീർക്കാനുള്ളത് മുഴുവൻ തന്റെ അടുത്തോടെ ചെയ്തു തീർത്തിട്ട് എന്റെ ബാപ്പ പോയി. പുറകെ പോവാൻ ഞാൻ തയ്യാറാണ്. അതിനു മുമ്പ് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ നിൽക്കുന്നവരോട് ഒരു വാക്ക്. സുബൈദർ അബൂബക്കർ രാജ്യദ്രോഹിയല്ല, ദാദാ സാഹിബിന്റെ മോൻ രാജ്യസ്നേഹിയാണ്. പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ രാജ്യദ്രോഹിയായ അബൂബക്കർ ഇതാ കീഴടങ്ങുന്നു. ഇനി നിങ്ങൾക്ക് എന്നെ ഏത് തുറുങ്കിലും അടയ്ക്കാം, ഏത് കയറിലും കുറുക്കാം. സുബൈദർ അബൂബക്കറെ മരണം വരെ തൂക്കൂ. Hang me until death.